നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്പീസിയിലൊക്കെ പുതിയൊരു സ്കിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കിന്നിൻ്റെ പേര് മാക് ഓയിസ് എന്നാണ് ഒരു സ്കിന്നിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഈ ഇടയ്ക്കാണ് ഈ ഒരു സ്കിന്നിൻ്റെ കോൺസെപ്റ്റ് വരെ റിലീസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ സ്കിന്ന് എങ്ങനെ നമ്മുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് വേണ്ടി ചാനലായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളിച്ചുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ സ്കിൻ പാക്ക് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ജസ്റ്റ് ഈ സ്കിൻ പാക്ക് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് അതിനായിട്ട് വരുന്ന നമ്മുടെ സ്കിന്ന് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ skinpack.com എന്നാണ്, skinpacks.com എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. skinpack.com എന്നാണ് ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡ് മസ്റ്റായിട്ട് നിങ്ങൾ അടിച്ചിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾക്ക് ഇങ്ങനൊരു സ്കിൻ പാക്കിൻ്റെ ഒരു ഇത് കിട്ടിയെന്ന് വരില്ല. ഇതാണ് ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സ്കിൻ പാക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇവിടെ സ്കിൻ പാക്ക് ഇൻസ്റ്റാൾ ആവുന്ന കാണാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്കിൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീബൂട്ട് ആവും ഈ സ്കിൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം. ഈ സ്കിൻ പാക്കിൻ്റെ പേര് മാക് ഓയിസ് ബിഗ് എന്നാണ് ഈ ഒരു സ്കിൻ പാക്കിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അക്സെപ്റ്റ് കൊടുത്താലേ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ഓപ്ഷൻ വരത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇത് ഇൻസ്റ്റാൾ ആവുന്ന ഒരു സമയത്ത് റീസ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ആവണം. അത് ചേഞ്ച് ആയ ശേഷം മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു വോയിസ് പെർഫെക്റ്റ്ലി ഇൻസ്റ്റാൾ ആവത്തുള്ളൂ. പാക്ക് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു നേരത്തെ ലോഡിങ്ങിൻ്റെ ഒക്കെ പടം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വന്ന് കറങ്ങുമായിരുന്നു. ഇപ്പോൾ സർക്കിളിന് ഒരു വാച്ചാണ്, വാച്ചിനകത്തൊരു സൂചി കിടന്നനങ്ങുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്കിൻ പാക്ക് ശരിക്കും ഒന്ന് നോക്കാം. എല്ലാം ഒന്ന് ലോഡിങ് ആയി വരുന്നതേ ഉള്ളൂ സ്കിൻ പാക്കിൻ്റെ. അപ്പോൾ ഞാനിതിന് തീമൊക്കെ ഒന്ന് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പ്ലീസ് വെയിറ്റും കൂടെ വരും. ആ ഒരു പ്ലീസ് വെയിറ്റും കൂടെ വന്ന ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ലോഡിങ്ങും കൂടെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ തീം പെർഫെക്റ്റ്ലി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് തീമൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് സെറ്റിങ്ങിലോട്ട് പോകും. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യം സെറ്റിങ്സിൽ വിൻഡോസിൻ്റെ ഇതിൽ നമ്മൾ ഓൺ ചെയ്തിടണം. അവിടെ ഒരു ഇത് ഓപ്ഷനുണ്ട്, അത് ഇനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഇത് വർക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡോക്ക് എടുത്ത് കളയുകയാണ്. നമ്മുടെ തീമിൻ്റെ ഡോക്ക് നമുക്ക് നോക്കാം. ഇപ്പം കാണാം തീമിൻ്റെ ഡോക്കാണിത്. ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണും, നല്ല ഇതിലാണ് തീമിൻ്റെ ഡോക്ക് നമുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു റോബോട്ട്സ് ഇവിടെ ഓരോ തീമിൻ്റെ ഡോക്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വോയിസ് നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു സ്കിൻ പാക്കാണ്. ഈ ഒരു സ്കിൻ പാക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്തതായി കിടക്കുന്ന സ്കിൻ പാക്ക് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇത് രണ്ടിനും കൂടെ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോയ്ക്ക് ഒരുപാടധികം ലെങ്ത് കൂടുന്നുണ്ട്. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ കണ്ടോ. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഞെക്കുമ്പോൾ കുറേ ഐക്കൺസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഐക്കൺസ് ഒക്കെ എടുത്ത് കളഞ്ഞാൽ പോലും നമുക്ക് ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഐക്കൺസ് ഒക്കെ എടുക്കാൻ പറ്റും. അതിൽ തന്നെ കണ്ടോ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോം ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് ബാക്കിലോട്ട് പോകും. സ്കിൻ പാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്കിൻ പാക്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് ഫാസ്റ്റ്, അതുപോലെ ഫൈൻഡർ, അതുപോലെ ഫൈൻഡ് ബാർ, ലോഞ്ച് പാഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കിടപ്പുണ്ട് ഡെസ്ക്ടോപ്പ് സ്കിൻ പാക്കിലോട്ട് കിടക്കുമ്പോൾ. ഇനി നമുക്ക് ഡ്രൈവേഴ്സിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഫയലിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ലോഞ്ച് പാഡിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു പാഡിലോട്ടാണ് പോകുന്നത്. ലോഞ്ച് പാഡ് നമ്മുടെ മൊബൈലിലൊക്കെ നമ്മളൊരു ഐക്കണിൽ ഞെക്കിയിട്ട് അടുത്തൊരു ഓപ്ഷൻ മെനു ബാറിൽ ഞെക്കിയിട്ട് ഓപ്പൺ ചെയ്ത് പോകുന്ന പോലെ തന്നെ ഇവിടെ പി സിയിലും ആയി കിട്ടും. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ പഴയ സ്ക്രീനിലോട്ട് തന്നെ വരും. പിന്നെ കൺട്രോൾ പാനലിൻ്റെ ഒരു ഇതാണ്. കൺട്രോൾ പാനലിനകത്ത് സെറ്റിങ്സ് ഒന്നുമില്ല. കൺട്രോൾ പാനൽ നമ്മളിവിടെ ഇപ്പോൾ അൺഇൻസ്റ്റാൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കൺട്രോൾ പാനൽ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ കൺട്രോൾ പാനൽ അത് തന്നെയാണ്. അതിവിടെ സിമ്പിളായിട്ട് നമുക്കിവിടെ കിടപ്പുണ്ടെന്നേ ഉള്ളൂ.
ഇനി നമ്മുടെ ഫൈൻഡർ കാര്യമൊന്നുമില്ല, മ്യൂസിക്, വിൻഡോസ് മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞൊരിതാണ്. പിന്നെ സിറി, അതുപോലെ കുറേ കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. വേസ്റ്റ് റീസൈക്കിൾ ബാൻ, ഇത്ര ഓപ്ഷൻസാണ് നമുക്കിവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺട്രോൾ പാനലിൽ ഇത്ര ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീം എത്രത്തോളം പെർഫെക്റ്റ് ആയെന്നുണ്ടോ, നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് തീംസ്. അതുപോലെ നമ്മുടെ PC ഒന്ന് ഓപ്പൺ ചെയ്യും. ഇനി ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കിന്നിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്കിൻ ഡയറക്റ്റ് നിങ്ങളുടെ മൊബൈലിലോട്ടായാലും PC-ലോട്ടായാലും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് PC-ലോട്ട് കോപ്പി ചെയ്തെടുത്താൽ മതി. ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് PC-ലോട്ട് കോപ്പി ചെയ്തിട്ടാണ് സ്കിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.